So hi guys, good morning. Welcome to our new vlog. അങ്ങനെ ബാക്ക് ടു ഹോം, ബാക്ക് ടു റൂട്ടീൻ. സോ ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ വെയിറ്റ് പരിപാടി, നമ്മുടെ ബാക്ക് ടു റൂട്ടീനും പിന്നെ പ്രിയയുടെ കുറച്ച് സംഭവങ്ങളായിരിക്കും. ഹൗ ഷീസ് ഗെറ്റിംഗ് ബാക്ക് ടു ഹെൽത്ത് എന്നുള്ളത്. അപ്പം മെയിനായിട്ട് എന്തോ പ്രിയ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യം തന്നെ ഇപ്പോൾ സമയം 7:20 എനിക്ക് വേഗം വേദുവിനെ ഇന്ന് സ്കൂളിൽ കൊണ്ട് വിടണം. സാധാരണ സ്കൂൾ ബസ്സിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഭയങ്കര ലേറ്റായിട്ടാണ് സ്കൂൾ ബസ് തിരിച്ചു വരുന്നത്. പിന്നെ EV കാർ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഡ്രൈവറിനെ വെച്ചു. പക്ഷെ ഇന്ന് ഡ്രൈവർ ലീവാണ്, അതുകൊണ്ട് ഞാനാണ് വേദുവിനെ കൊണ്ട് സ്കൂളിൽ വിടുന്നത്. ഉറക്കം തൂങ്ങുന്ന രാവിലെ തന്നെ. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോ അവിടെയൊന്നും അല്ല, തണുപ്പൊന്നുമില്ല, പിന്നെന്തിനാ ജാക്കറ്റ്? ടീച്ചർ മുടി വെട്ടാൻ പറഞ്ഞില്ലേ? പിന്നെന്താ വെട്ടാത്ത? സമയമില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് പറ്റില്ല, നാളെ വെട്ടിക്കാം കേട്ടാ. പോവാം. അതേക്ക് രാത്രി കാറ് ചാർജിങ്ങിലൊക്കെ വെച്ച് ഫുൾ ചാർജിൽ ആണ് പോകുന്നത്. ഇതുള്ളത് കൊണ്ട് മാത്രമാണ് വേദുവിന് എനിക്ക് പേഴ്സണലി കാറ് വിടാൻ പറ്റുന്നത് കേട്ടോ. പെട്രോൾ കാർ വെച്ചൊന്നും ഒട്ടും മുതലാവില്ലായിരുന്നു. ഇതുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. Okay, Tangu. See you. Have a good day. Bye. ഇതൊക്കെ എടുക്ക തന്നെ പോവാൻ ഉറപ്പല്ലേ? ഓക്കെ, ഫുൾ ഫുഡ് കഴിക്കണം കേട്ടാ. ഓക്കെ, അതും കൂടെ ഇട്. ഓക്കെ, സി യു. അപ്പൊ പിക്കാൻ വരാം കേട്ടാ. ബൈ. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവൻ വളർന്ന് സ്കൂളിൽ പോകുന്നതൊക്കെ. എല്ലാ ദിവസവും ഇതൊരു ഡ്രീം പോലെ തോന്നുന്നത്. അവന്റെ കയ്യിലെടുത്ത് പറഞ്ഞാണ് എപ്പോഴും വരുന്നത്. എന്നാ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് പ്രിയ ക്യാബേജിന് എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. എനിക്ക് സ്വിഗ്ഗിയിലൊന്നും കിട്ടിയിട്ടില്ല. എന്നോട് ക്യാബേജ് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മിക്കവാറും നിങ്ങൾക്ക് പ്രിയയുടെ ഒരു കുക്കിംഗ് കാണാം. ഒരു ക്യാബേജ് തോരൻ വെക്കാൻ 3 മണിക്കൂർ. അപ്പോഴത്തേക്ക് വേദുവിനെ വിട്ട് വന്നപ്പോഴേക്കും പ്രിയയുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു എന്താ പറയുന്ന ഒരു അഭ്യാസമാണ് കിച്ചണിൽ നടക്കുന്നത്. പ്രിയ ടേക്കിംഗ് ഹർ ഡയറ്റ് വെരി സീരിയസ്ലി. ഇത് കണ്ട് എനിക്കാണ് മോട്ടിവേഷൻ വരുന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്: ആൽമണ്ട്സ്, പാല്, ഗ്രീക്ക് യോഗേർട്ട്, മാച്ച, പിന്നെ ഇതെന്താ, ചിയ സീഡ്സ്, റോൾഡ് ഓട്സ്, സിനമൺ, ഹണി, കിവി ആൻഡ് ബനാന ആൻഡ് എഗ്. ഓ, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്നും പറഞ്ഞിട്ട് ലഞ്ച് നോക്കിക്കേ. ലഞ്ച് നല്ല കുക്കിംഗ് ആയിരിക്കും കേട്ടോ മിക്കവാറും. ഓ, പഴം റോസ്റ്റൊക്കെ ചെയ്യണം. വെറുതെ എടുത്ത് പഴം കഴിച്ചാൽ പോരെ? ടേസ്റ്റ് പഴം വെറുതെ കഴിച്ചാലും ഉണ്ട്. ഹെൽത്തി ആയിരിക്കണം, ടേസ്റ്റി ആയിരിക്കണം. കുറച്ച് ഹണിയും സിനമണും കൂടി ഇട്ടിട്ട് കാട്ടിയപ്പെട്ട നമ്മുടെ ഹോട്ടൽ ബുഫേസ് ആയിരുന്നു. എന്ത് സൗകര്യമായിരുന്നു. എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇതൊന്നും എല്ലാം കൂടെ കരിഞ്ഞാ മറ്റേ പാൻ കേക്കിന്റെ മണമൊക്കെയാണല്ലോ വരുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടാ. ബനാന കാരമലൈസ് വിത്ത് സം ഹണി. അത് ഹണി ഇടുമ്പോ സ്റ്റൗ ഓഫ് ചെയ്യണേ. ആൻഡ് സിനമൺ ആൻഡ് ബട്ടർ. കുറച്ച് വേണമെങ്കിൽ റോൾഡ് ഓട്സ് കാരമലൈസ് ചെയ്യാം. 2 ദോശ കഴിക്കാനുള്ളതിന് എന്താണ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ ഉടനെ കുറ്റം പറയും. എന്തോരം സമയം പോകുന്നേ. അതൊക്കെ ആണ്. പിന്നെ ഇങ്ങനൊക്കെ ചെയ്യുമ്പോ സമയം പോവില്ലേ? കഴിക്കുമ്പോ തന്നെ ആലോചിക്കില്ലല്ലോ. വേഗം കഴിക്കുമല്ലോ. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഗ്ലാസ് വേ പ്രോട്ടീനും ഒരു പഴമാണ്. ഗ്രീക്ക് യോഗർട്ട്. ഓക്കേ, ഇത് ഷുഗർ ഇല്ലാത്ത ഗ്രീക്ക് യോഗർട്ട്, സ്വീറ്റ് ഇല്ലാത്ത ഗ്രീക്ക് യോഗർട്ട്. അതിന്റെ കൂടെ ഷുഗർ ഉള്ള ബ്ലൂബെറി യോഗർട്ട്. അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ കേട്ടോ. ഓക്കേ, പിന്നെ ഈ ബനാന എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് പ്ലേസ് ചെയ്യണം. ഓക്കേ, ഇങ്ങനെയൊക്കെയാണോ കഴിക്കുന്നത്? പൊട്ടിപ്പോയി. ഇതിലേക്ക് ഇടുക. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം. കുറച്ച് ചിയ സീഡ്സ്, കുറച്ച്
വെതറാൻ വേണ്ടി. ഫൈനലി കുറച്ച് വാൾനട്ട്സ് കൂടി ഇട്ട നിങ്ങളുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പ്രോട്ടീൻ ആൻഡ് ആന്റി ഓക്സിഡന്റ് ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇതിന്റെ കൂടെ ഒരു എഗ് ഓംലെറ്റും കൂടെ ഉണ്ട്. ഓ അതും ഉണ്ടോ? ആൻഡ് ഫൈനലി ഒരു സാധനം കൂടി ഉണ്ട് പ്രിയടിക്കാൻ. എല്ലാവരുടെയും പണ്ടത്തെ ആൾക്കാരുടെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, അതും കൂടെ പ്രിയ ഇടും. ഇതാ ഇതിന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാനാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ മധുരത്തി തുടങ്ങണം. അതും കൂടെ എടുത്താ നല്ല ക്യാഷും ഒക്കെ ഇത് ഞാൻ ആദ്യം ഇത് കഴിച്ചതിന് ശേഷം ഇത് കഴിക്കും. അതെ, ബ്രേക്ക്ഫാസ്റ്റിന് മധുരം ലഡ്ഡു ജിലേബി കഴിക്കാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യാട്ടാ. ഓക്കെ, അപ്പൊ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ പഴയ ഒരു ജിം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പുതിയതായിട്ട് ജിം ഒന്ന് തപ്പിപ്പിടിക്കണം. എന്നിട്ട് ജിമ്മിലേക്ക് വേണം. എനിക്ക് വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ജിമ്മിൽ പോകാനേ നടക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ ഒരു ട്രാഫിക്കും ഇവിടുന്ന് പോകുന്നതും വരുന്ന ഒന്നും നടക്കില്ല, മടി പിടിച്ചിരിക്കും. സോ ഞാൻ അടുത്തുള്ള ഏതെങ്കിലും ഒരു ജിമ്മിൽ പോവും. ജിമ്മിൽ പോയി ജോയിൻ ചെയ്തിട്ട് ഒരു ദിവസം ഞാൻ ഏത് ജിമ്മാന്നൊക്കെ ഒന്ന് കാണിക്കാവേ. ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ വേദുവിനെ പിക്ക് ചെയ്യാൻ പോകണം. ഹലോ, വെൽക്കം ബാക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ ദിവസവും ഒന്നും ഇല്ലാട്ടാ. ആ, ഇന്നും കൂടെ ഉള്ളൂ. പിന്നെ സൺഡേസ്. ഓക്കെ, നാളെ ചോറും പരിപ്പും. അല്ല, ചോറും ചിക്കൻ കറിയും തരാം. വേദുവിന്റെ ബിരിയാണി ഹോട്ട് ബോക്സ്. പുതിയ കവറിംഗ് ഒക്കെ ആയി അല്ലേ? ഈ ബിരിയാണി മാത്രമേ ഞങ്ങൾ 3 പേരും കഴിക്കാറുള്ളൂ. വർഷങ്ങളായി, സിൻസ് 2019 ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ബിരിയാണി, മസാല അധികം ഇല്ലാത്ത ബിരിയാണി ഇഷ്ടമാണെങ്കിൽ ഹോട്ട് ബോക്സിലെ ചിക്കൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബട്ട് ഇത് മുട്ടയില്ല ഇതില്. ഗൈസ്, സ്കൂളിൽ നിന്ന് പ്രത്യേകം ടീച്ചർ പറഞ്ഞു വേദുവിന്റെ മുടി വെട്ടിക്കണം. എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ്. അവരങ്ങനെ അതിന്റെ അങ്ങനെ ഈ ഒരു സ്ട്രിക്ട്നെസിന്റെ അല്ല, അവന്റെ മുഖത്ത് കണ്ണിലേക്ക് മുടി വീഴുന്നു. സോ എന്തായാലും അധികം ഞാൻ ഷോർട്ട് ആക്കില്ല, ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കാം. ആൻഡ് ഇനിയിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് സമ്മർ വെക്കേഷൻ കഴിയുന്നവരെ വെട്ടില്ല. സോ ഹി ക്യാൻ ഹാവ് ഹിസ് ലോങ് ഹെയർ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുടി വെട്ടണം. ആൻഡ് പ്രിയനെ കൊണ്ടുപോയി പ്രിയ വെട്ടാനേ സമ്മതിക്കില്ല. സോ ഞാനും വേദും പോയി മുടി വെട്ടിയിട്ട് വരാം. അമ്മേനെ കാണിക്കണം. വേദുവിന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അവൻ്റെ മുടി വെട്ടുന്നത്. പൊതുവെ ഇങ്ങനെ സലൂൺസിലൊന്നും വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഹെയർ ഞാൻ വാഷ് ചെയ്യാറില്ല. അവന് പ്രത്യേകമായിട്ടുള്ള ഷാമ്പൂ ഒക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഇതിപ്പോൾ മുടി വെട്ടണമെങ്കിൽ അവർ പറഞ്ഞ് വാഷ് ചെയ്യണമെന്ന്. നമ്മുടെ സ്ഥിരമായിട്ട് വെട്ടുന്ന ആളില്ല, അതുകൊണ്ട് എനിക്കൊരു ടെൻഷനാണ്. സുമേഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് എപ്പോഴും വെട്ടുന്നത്. പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ അധികം ഷോർട്ട് ആക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഷോർട്ടാക്കി വീട്ടിൽ വല്ല കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. പക്ഷെ പേഷ്യൻസോടെ ഇരുന്ന് തരും കേട്ടോ. കൊച്ചിലെ അത് ഇപ്പോഴും അതെ, കുറേ നേരം ഒരു ഹാഫ് ആൻ അവർ എന്തായാലും അവൻ്റെ ഹെയർ കട്ട് ഒരു ഹാഫ് ആൻ അവർ എടുക്കാറുണ്ട്. അത്രയും നേരം അടങ്ങിയിരിക്കാറുമുണ്ട്. ഞാൻ എന്തായാലും ബാക്കിൽ അധികം ഷോർട്ട് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് മുഖത്ത് വീഴുന്ന ഒന്ന് ലെവൽ ചെയ്യുക. ആൻഡ് ഫൈനലി ബാക്കിയെല്ലാം അതിൻ്റെ അനുസരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് വിടുക. ഇതാണ് ഫൈനൽ ലുക്ക്. കുറച്ച് ഷോർട്ട് കൂടി പോയി, കുഴപ്പമില്ല. എന്നാലും ഒക്കെ ഇടയിൽ ഇതേ ഒരാൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇനി ഓൺ കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഫുഡ് ബ്ലോഗ്സിലൊന്നും പ്രിയ കാണില്ല കേട്ടാ. രാവിലെ കഴിഞ്ഞു. അതെന്താന്ന് കാണിച്ചില്ല, അത് പിന്നെ എപ്പോഴെങ്കിലും കാണിക്കും. എന്തൊക്കെയായിരുന്നത്? യോഗേർട്ട്, കിവി, പിന്നെ ബനാന, മറ്റേ സിനമണും ഹണിയും ഇട്ട് ടോസ്റ്റ് ചെയ്തിട്ട് അത് സ്റ്റൗ ഓഫ് ചെയ്ത് ഹണിയും സിനമണും ഇട്ട് നന്നായിട്ട് ബനാന ടോസ്റ്റ് ചെയ്തിട്ട് എന്നെ മെലക്കും. പ്രിയക്ക് കൊതിയാവുന്നു. അതല്ല, ഈ പ്രിയ കുക്കിംഗ് കയറിയുണ്ടല്ലോ, കുക്കിംഗ് കഴിയുവാണെങ്കിൽ കഴിക്കാനുള്ള ടൈമോ എന്നിട്ട് അടുത്ത കുക്കിങ്ങിനുള്ള ടൈമോ? എക്സ്പേർട്ട് അല്ലാത്തോണ്ടാ. 6 മണിക്ക് എണീറ്റതാ. ഏതുവിനെ റെഡിയാക്കി സ്കൂളിൽ വിട്ടു. അപ്പൊ തന്നെ പിന്നെ എനിക്ക് പോയി ഉറക്കം വരില്ല. പിന്നെ ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് വെച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിയല്ലേ ചെയ്യുന്നേ. അപ്പൊ നോക്കുമ്പോ പാതി സാധനങ്ങൾ കാണില്ല. അപ്പൊ ഉടനെ ഇൻസ്റ്റാ പാട്ട് ഇന്ന് പീനട്ട് ബട്ടർ തന്നെ വാങ്ങിച്ചോണ്ട് പോകും. ഓ, അത്രയും വലുത് എന്തിനാ വാങ്ങിയ? അത് എക്സ്പയർ ആവോ നോക്കിക്കോ. ഞാൻ കഴിക്കത്തൊന്നുമില്ല, അൺഹെൽത്തിയാ. പിന്നെ കിവി,
അപ്പൊ കിവി ഇല്ല, അപ്പൊ കിവി വാങ്ങാൻ അങ്ങനെ ഓരോ ദിവസം ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്കും മണി 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ളതൊക്കെ 11 മണിയായി. അപ്പൊ അത് ഉണ്ടാക്കി വരുന്നപ്പോഴത്തേക്കും ഞാൻ അടുത്ത ലഞ്ചായി. അങ്ങനെ ലഞ്ച് കഴിച്ചപ്പോഴേക്ക് ഈവനിങ് ചായയുടെ ടൈമോ? അതെ, എനിക്ക് സത്യം പറയട്ടെ, അത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഈ സാധനമാണ് ഈ പ്രിയ ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, അതെനിക്ക് ഇഷ്ടമാ. ഞാൻ പറയുന്ന ഈ സംഭവം ക്യാബേജ് പോലെ ഫിഷ് ഉണ്ട്. അപ്പൊ പ്രിയ ഇപ്പൊ മാക്സിമം ചിക്കനും എല്ലാം വെളിയിൽ പോകുമ്പോ വ്ളോഗ് ചെയ്യുമ്പോ എല്ലാം കഴിക്കും എന്നല്ലാതെ ഞങ്ങള് കൊണ്ടുവന്നായിരുന്നു തായ്ലൻഡിൽ നിന്നൊക്കെ. ഓക്കെ, ഒരു മിനിറ്റ്. മാച്ച, ഇതാണ് മാച്ച കേട്ടാ. മിൽക്ക് ഗ്രീൻ ടീ തായ്ലൻഡിൽ കിട്ടും. വാങ്ങിയ നല്ല എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. നല്ല ഹെൽത്തിയാണ്. അത്യാവശ്യം മാച്ചയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ടേസ്റ്റ് ചെയ്യുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചത്തേക്കുള്ളതായി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ക്യാബേജും ക്യാരറ്റ് കറിയും വെണ്ടക്ക തോരനും ചോറും. എന്തൊരു ഹെൽത്തി ലിവിങ്. എന്നിട്ട് വെളിയിൽ പോകുമ്പോഴോ ട്രാവൽ ചെയ്യുമ്പോഴോ എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. നോൺ വെജും ഇഷ്ടം, വെജിറ്റേറിയൻ ഫുഡ് മോർ. പക്ഷെ ഇതൊക്കെ ഹെൽത്തി ആയിരിക്കും കേട്ടാ. ഞാൻ പറയുന്ന കേക്ക് ഞാൻ കഴിക്കില്ല. എനിക്ക് അങ്ങനത്തെ പരിഷ്കാരം ഒന്നും ഇഷ്ടമല്ല. നമുക്കൊക്കെ പഴയ രീതിയിൽ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഹെൽത്തി ഈറ്റിംഗ് ആണ്. എന്നിട്ട് ലാസ്റ്റ് അല്ലല്ല, ഈ ഉച്ചത്തെ പ്ലേറ്റിൽ തന്നെ സൈഡിൽ നോക്കുമ്പോ ഒന്നില്ലെങ്കിൽ ഒരു 50 ഫ്രൈംസ് അല്ലെങ്കിൽ ഒരു 5 പപ്പടം കാണും. അതെ പറഞ്ഞതേ ഉള്ളൂ. ഇതുവരെ വറുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോ വറുത്ത് വെച്ചതും കണ്ട. അപ്പൊ പിന്നെ എന്ത് കാര്യം ഇത്രയും കഴിക്കുന്നതിന്? പഴംപൊരി അല്ലെങ്കിൽ വട. അതെ, അല്ല എല്ലാം കണക്കാ. ഇതൊക്കെ കണക്കാ. എന്റെ ആണെങ്കിൽ വൈകുന്നേരത്തെ സാധനം ഈ ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് മാത്രം മുകളിലിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രിയയുടെ ലഞ്ച്. ഇപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ വേദുവിനെ പിക്ക് ചെയ്യാൻ പോണം. മീനാണെങ്കിൽ വെള്ളത്തിൽ കിടക്കുന്നതേ ഉള്ളൂ. വേദു വന്നു. വേദുവിന് ഉച്ചയ്ക്ക് ചോറും ചിക്കൻ കറിയും ആ ഓട്ടപ്പല്ല് വെച്ചുള്ള ചിരിയുണ്ടല്ലോ. അതിലൂടെ അമ്മയുടെ ഫേവറേറ്റ് പപ്പടം മോനും വേണം കേട്ടാ. ഞാൻ ഇത് തൊടാറില്ല. ഇതിന് വേണ്ടല്ലോ പപ്പടം? വേണ്ട വേണ്ട, കഴിക്കട്ടോ. അപ്പോൾ ആക്ച്വലി ഒരു പ്ലാനിങ് ഇല്ലാതെ ചെയ്ത വ്ളോഗായിരുന്നു. ജസ്റ്റ് കാഷ്വൽ കുറേ ക്ലിപ്സ് ഞങ്ങളുടെ ലൈഫിലെടുത്ത് കാണിച്ചായിരുന്നു. എനിക്ക് ഡിന്നറും കൂടെ പ്രിയയുടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഡിന്നർ മമ്മിയുടെ അവിടെ കഴിച്ചിട്ടായിരിക്കും വരുന്നത്. പ്രിയ ഷോപ്പിലും പോയി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോഴേക്കും എനിക്ക് വേദുവിനെ കിടത്താറുണ്ട്. സോ ജസ്റ്റ് എ സ്മോൾ സ്നാപ്ഷോട്ട്സ് ഓഫ് അവർ ലൈഫ്. ആൻഡ് ഇനിയിപ്പം ഇനി എനിക്കൊന്ന് നാളെയല്ല 2 ദിവസം കഴിഞ്ഞിട്ട് പ്രിയയ്ക്ക് ഡോക്ടറെ കാണാൻ പോകാനുണ്ട്. ആദ്യമൊന്ന് ടെസ്റ്റ് എടുക്കാറുണ്ട്, അതിന് ഡോക്ടറെ കാണാനുണ്ട്. ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ബി ഓക്കെ. സോ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. ആൻഡ് ദെൻ കുറച്ച് വീട്ടിലത്തെയും നമ്മുടെ ലോക്കൽ വ്ളോഗ്സ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് ചെറിയൊരു യാത്രയുണ്ട്. സോ ലോട്ട് ഓഫ് തിങ്സ് ടു ലുക്ക് ഫോർവേഡ് ടു. ആൻഡ് നമ്മുടെ ട്രാവൽ വിത്ത് OHF ടു ബാങ്കോക്ക് വരുന്നുണ്ട്, ടു വിയറ്റ്നാം ഉണ്ട്, ടു ചൈനയുണ്ട്. സോ ഒരുപാട് കാര്യങ്ങൾ. ഇറ്റ്സ് എ ബിസി ഇയർ ആൻഡ് ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ടേൺ ഔട്ട് ഗുഡ്. സോ നമുക്ക് വേറൊരു നല്ല വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.